നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അല്ലാഹുവേ, ഭാര്യ എന്തെല്ലാം പറയും, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്, ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പോ? തുപ്പില്ല, ബോധമുള്ളവർ ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെ മൂത്രവും കാഷ്ടവും എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി കളമനുഷ്യ. അല്ലാഹുവേ, ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട്, ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക്? നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ. എടാ, ഉമ്മ മൂത്രം ഒഴിച്ചാൽ കഴുകിയ വൃത്തിയാകുമല്ലോ. ഉമ്മാടെ മൂത്രമല്ലേ, ഉപ്പാടെ കാഷ്ടമല്ലേ. നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയ കഴുകടാ, തുടച്ചുകളാ, പൂവല്ലോ. എന്തേ നീ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്തേ നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ നിനക്ക് പറ്റണില്ല? നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ ആ ഉമ്മയുടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത്? നിങ്ങൾ മൂത്രമൊഴിച്ചല്ലോ, കാഷ്ടിച്ചല്ലോ, ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, ഛർദിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കയറിയിട്ട് മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, ഉമ്മാടെ മുഖത്ത് ഛർദിക്കും. എന്നാലും എൻ്റെ മോനേന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം, എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ, നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ. അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റി ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാൻ നിൽക്കുക, അവരെ കണ്ണുനീര് കുടിക്കുക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണിക്കിട്ടിരിക്കുക.